ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ കുറച്ച് പേര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കസിൻസ്, ഉണ്ണിക്കുട്ടൻ്റെ ഉണ്ണിമോളുടെയും കസിൻസ്. കുഞ്ഞാവ കണിക്ക്, കുഞ്ഞാപ്പി എവിടെ? കുഞ്ഞാപ്പി, കുഞ്ഞുമോൾ എവിടെ? ആ, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമ്മൾ മുമ്പ് പട്ടം പറത്തിയ പാടമില്ലേ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതാ നമ്മൾ ആ പട്ടം പറത്തിയ പാടമാണിത്. ഇവിടുത്തെ വൈക്കോൽക്കൂനിൽ നിന്ന് ഉണ്ണിക്കുട്ടനും ഉണ്ണിമോളും പാറുമൊക്കെ കൂടെ പാട്ട് പാടിയ സ്ഥലമാണിത്. ആ വൈക്കോൽക്കൂനയൊക്കെ അവിടെ നിന്ന് പോയി അവിടെ ഒരു വീട് പണി കഴിയുന്നൊരു സംഭവം നമ്മൾ അന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ ആ വീടൊക്കെ ഓപ്പണിംഗ് ആയി. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് പാടത്ത് കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ മുളച്ചിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇതാ ചുറ്റുമുള്ള കാഴ്ചകൾ. അപ്പം നടക്കാനായിട്ട് ഇതാ ഉണ്ണിക്കുട്ടൻ, ഉണ്ണിമോള്, കുഞ്ഞുമോള്, കുഞ്ഞാപ്പി. ഒരു ഹായ് പറയും. അപ്പോൾ നമുക്ക് നടന്നാലോ? നടന്നോളൂ. അപ്പം അങ്ങനെ ഒരു വരമ്പത്തൂടെ നടക്കുന്നുണ്ട് ഗൈസ്. പതുക്കെ പതുക്കെ പതുക്കെ. രാവിലെ പുല്ലിലൊക്കെ നിറയെ മഞ്ഞാണ്, മഞ്ഞുതുള്ളികൾ കേട്ടോ, മഞ്ഞല്ല മഞ്ഞുതുള്ളികൾ. അവരതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുമോളെ എടുക്കണ? അപ്പോൾ കുഞ്ഞുമോളിനെ എടുക്കണം എന്നാണ് പറയണത്. അപ്പോൾ കുഞ്ഞുമോളെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതാ ഒരാൾക്ക് നടന്ന് ക്ഷീണിച്ച് നടക്കാൻ വയ്യ, അപ്പോൾ നമ്മൾ എടുത്തിട്ട് നടക്കാണ്. കുഞ്ഞുമോളെ ഹായ് പറയും. കുഞ്ഞുമോളിനെ എടുത്തിട്ട് നമ്മൾ നടക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. കുഞ്ഞുമോളെ എടുത്തിട്ടാണ് നടക്കുന്നത്. അവർ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ എന്തൊക്കെ കണ്ടു കുഞ്ഞുമോളെ? നമ്മൾ വരുമ്പോൾ അവിടെ എന്താ കണ്ടത്? പിന്നെ കോഴി, കൊറ്റി, പശു, നായി. ഇത്രയും സംഭവങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മുടെ മുന്നിൽ നടക്കുന്നവരെ കാണിച്ചു തരാം. ഇതാ നമ്മുടെ മുന്നിൽ നടക്കുന്നവരിതാ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടല്ലേ ഗൈസ്? അപ്പോൾ ഇനി കുഞ്ഞുമോൾ നടക്കില്ലേ? ഇനി സിമ്പിളാണ്. പതുക്കെ ഇതാ അവരിങ്ങനെ നടന്ന് എന്താ കുഞ്ഞുമോള് നല്ല ഉഷാറായിട്ട് നടക്കണ. അപ്പോൾ അവർ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പശു മെയിൻ ഇട്ടാന്നാ കണ്ടില്ലേ? മഴയൊക്കെ പെയ്തുകൊണ്ടേ നല്ല കാഴ്ചകളാണ്. പച്ചപ്പ് പതുക്കെ പച്ചപ്പ് വരാൻ തുടങ്ങി. മലയും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾ പോയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുമോള് നല്ല ഉഷാറായിട്ട് നടക്കുന്നു കേട്ടോ. നടന്നത് അവിടെ എത്തി. കണ്ടില്ലേ? ഇതാ അവിടെ എത്തിയിട്ടുണ്ട് അവര്. തോട്ടില് വെള്ളമൊന്നും ആയിട്ടില്ല. ഇവിടെ ആരൊക്കെയോ നേരത്തെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ കുഞ്ഞ് തോട്ടുപാലം. അങ്ങോട്ട് പോകല്ലേ? അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഈ പാലം കഴിഞ്ഞ് കുറച്ച് ദൂരമുള്ളൂ നമ്മുടെ അനിയൻ്റെ വീട്ടിലേക്ക്. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പം അങ്ങോട്ട് പോകല്ലേ? എന്ത് രസമാണല്ലേ? ഇനി മഴ കുറച്ചും കൂടെ പെയ്താൽ നല്ല പച്ചപ്പാവും. അപ്പം നേരെ ഞങ്ങൾ അനിയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അമ്മയുണ്ടാവും കേട്ടോ. അനിയൻ ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിന് പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇവിടെ കണ്ട കുട്ടികൾ ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ മഴ പെയ്താൽ അവർക്ക് കളിക്കാൻ പറ്റില്ല.
അത്യാവശ്യം നല്ല പുല്ലൊക്കെ വളർന്ന് നല്ല രസത്തിൽ ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും ഗോൾ പോസ്റ്റൊക്കെ വെച്ചിട്ട് ഒരു ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുകയാണ്. കുട്ടികൾ മുമ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് ഫുട്ബോൾ ഗ്രൗണ്ട് കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടല്ലേ, ഒരു ഗോൾ പോസ്റ്റാണിത്. ഇതാ അവരങ്ങോട്ട് ഗോൾ പോസ്റ്റിന് അപ്പുറം അവർ നടന്നു പോകുന്ന കാഴ്ച കാണില്ലേ. ഇതാണ് കേട്ടോ ഫുട്ബോൾ ഗ്രൗണ്ട്. നല്ല രസമുണ്ടല്ലേ കാഴ്ച കാണാൻ. പിന്നെ നമ്മൾ നേരെ അനിയൻ്റെ വീട്ടിലേക്ക്, ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അങ്ങോട്ട് പോവാം. ഇതാണ് കേട്ടോ അനിയൻ്റെ വീട്. അപ്പം നമ്മൾ അനിയൻ്റെ വീട് എത്താറായിട്ടുണ്ട്. ഉണ്ണിക്കുട്ട അവിടെ പോയിട്ട് അമ്മനെ വിളിക്കുകയാണ്. വണ്ടിയുണ്ട്, അപ്പോൾ അവനുണ്ടാവുമെന്ന് വിചാരിക്കണം. എവിടെ അച്ചമ്മയില്ലേ? ഗൈസ് മാങ്ങ നോക്ക്, മാങ്ങ അണ്ണ കടിച്ചിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇതൊന്നല്ല കേട്ടോ, ഇതാ ഇവിടെ എണ്ണ കടിച്ചിട്ട് തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇത് പഴയ ലവ് ബേർഡ്സിൻ്റെ കൂടാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ പോയിട്ട് കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ട്. അമ്മ വരുമെന്ന് അറിയാലോ. ഉണ്ണിമോള് ഇതാ അമ്മ വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും കാല് കഴുകിയിട്ട് ഉള്ളിൽ കയറാം. ഇതാണ് ഗൈസ് അനിയൻ്റെ വീട്. കാലൊക്കെ കഴുകിയിട്ട് ഉള്ളിൽ കയറാം. പാടത്തൂടെ നടന്നുകൊണ്ട് കാലിലൊക്കെ ചെളിയാണ്. അപ്പം അങ്ങനെ ഇതുണ്ട് അണ്ണ കടിച്ച മാങ്ങ. നമ്മൾ നേരെ അകത്ത് കയറും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വീടെത്തിയപ്പോൾ നല്ലൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല 2 മാങ്ങ. ഇതാ നമ്മുടെ ഈ മൂച്ചിയിലത്തെ അണ്ണ കടിച്ചില്ലേ, ഈ മൂച്ചിയിലത്തെ മാങ്ങയാണ്. അപ്പോൾ നമുക്കത് കീറി നോക്കിയാലോ? റെഡിയല്ലേ? അപ്പോൾ നമുക്കതൊന്ന് കീറി നോക്കട്ടോ. അപ്പോൾ നമുക്കിത് കീറി നോക്കട്ടോ. നല്ല മാങ്ങ കേട്ടോ. ആഹാ നോക്ക് ഗൈസ്, എന്താ കളറ്, സൂപ്പർ. കീറിയിട്ട് നമുക്ക് കഴിക്കാം. സൂപ്പറായിരുന്നു കേട്ടോ. ഇവിടെ നിൽക്കുന്നവരൊക്കെ കൊതിമൂത്തിരിക്കുകയാണ്. കുഞ്ഞാവേ കുഞ്ഞാപ്പി കുഞ്ഞുമോളൊക്കെ ഉണ്ടാവും, കൊതിമൂത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതിനെ കീറിയിട്ട് എല്ലാവരും ഓരോ പീസായിട്ട് അങ്ങോട്ട് കഴിക്കാം. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരില്ലെന്ന് പറയുന്നത്. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കണോ? നമുക്ക് നോക്കാലോ. ഓരോ പീസാക്കിയിട്ടേ ഇപ്പം എടുക്കരുത്, എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, എനിക്കിവിടെ കൊതി വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക്. നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഒന്നും കൂടെ ഉണ്ട്, ഇതും കൂടെ കട്ട് ചെയ്യുക. ഇത് കുറച്ച് പഴുപ്പ് കൂടിയിട്ടുണ്ട് ഗൈസ്, ഇതൊക്കെ പീസാക്കാം. നോക്കട്ടെ. ഇല്ല, കുറച്ച് പഴുപ്പ് കൂടുതലാണ്. അത് നോക്കാം. നമ്മളൊരു കാര്യം ചെയ്യാം, അതവിടെ ഇരിക്കട്ടെ. ഇതെല്ലാവരും ഓരോ പീസ് എടുക്ക്.
ഇത് ക്യാമറാമാൻ ഉണ്ണിക്കുട്ടനാണ്. ഉണ്ണിക്കുട്ടൻ ഒരു പീസ് എടുക്ക്, കുഞ്ഞുമോളൊരു പീസ് എടുക്ക്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് കേട്ടോ? മാങ്ങ സൂപ്പർ ട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയല്ലേ? അപ്പം നടന്ന് ക്ഷീണിച്ച് ഇതുവരെ എത്തിയപ്പോൾ അവിടെ നിന്ന് അടിപൊളി മാങ്ങ കിട്ടി. മാങ്ങയൊക്കെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇനി ഇവിടെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. മാങ്ങയൊക്കെ കഴിച്ചതിന് ശേഷം പോവാല്ലേ? ഇനി ഉണ്ട് കേട്ടോ മാങ്ങ കീറാനായിട്ട്. അങ്ങോട്ട് കയറി നോക്കിയാലോ? ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ കഴിച്ച മാവിൻ്റെ ഇതിലുണ്ടായ മാങ്ങയാണ് നമ്മൾ കഴിച്ചത്. രണ്ടെണ്ണം എണ്ണ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പഴുക്കാറായത് അമ്മ വലിച്ചു വെച്ചതാണ്. അതാണിപ്പോൾ പഴുത്തത്. അതാണിപ്പോൾ നമ്മൾ കഴിച്ചത്. ഇനി അടുത്തത് കട്ട് ചെയ്താലോ? കുഞ്ഞാവേ അടുത്ത് കട്ട് ചെയ്താലോ? നമുക്ക് ഇനി അടുത്തതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എത്തിയപ്പോൾ ഗൈസ് അമ്മ മാങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മ നല്ല ഭൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഭൂരി കഴിക്കണം. എങ്ങനെയുണ്ട് ടേസ്റ്റ്? സൂപ്പർ. ഇത് അമ്മ കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാണ്. ഇനി ഒരാൾക്ക് ഭൂരി കിട്ടാത്തതുകൊണ്ട് അക്ഷമയോടെ ഇരിക്കണം കേട്ടാ. ഉണ്ണിമോൾ കൊടുക്ക്. ബാക്കി 4 പേരും കഴിക്കുമ്പോൾ ഒരാൾ ഭൂരി കിട്ടാതിരിക്കുകയാണ്. മാങ്ങ കഴിച്ചു. അപ്പം നടന്നു വന്ന് ഇതോ ക്ഷീണമായി. ഇവിടെ എത്തിയപ്പോൾ നല്ല മാങ്ങ കിട്ടി. പിന്നെ എന്ത് കിട്ടി? എങ്ങനെയുണ്ട് കുഞ്ഞുമോളെ ടേസ്റ്റ്? അടിപൊളിയാ, സൂപ്പർ. അവർ 4 പേര് കഴിക്കുമ്പോൾ ഒരാൾ ഇവിടെ കണ്ട നിരാശയോടെ ഇരിക്കുന്നു. ആൾക്കുള്ള ഭൂരി ഇപ്പം എത്തും. ഓക്കെ, ഇതാ കുഞ്ഞുമോൾക്കുള്ള ഭൂരി എന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുമോളും ഭൂരി കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഭൂരിയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ കുറച്ച് മാങ്ങ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഓറഞ്ച് കളറുള്ള നല്ല പഴുത്ത മാങ്ങ. അപ്പോൾ കുഞ്ഞുമോളെ മാങ്ങ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം അല്ലേ? അപ്പോൾ കുഞ്ഞുമോളിതാ മാങ്ങയൊക്കെ കവറിലാക്കാണ്. കഴിഞ്ഞോ? അപ്പോൾ നമുക്കെന്നാ നടന്നാലോ? ശരി, അതിൽ മാങ്ങയുണ്ട്, അതെടുക്ക്. ഈ 2 മാങ്ങയും കൂടെ എടുക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇവിടെ നടന്ന് അത്രയും ദൂരം എത്തണം. എല്ലാവരും ഇവിടുന്ന് ടാറ്റ പറയും. അച്ഛൻ്റെ അടുത്ത് ശരി. അപ്പം ഞങ്ങൾ അച്ഛമ്മൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞിട്ട് ശരി. അപ്പോൾ നടക്കാൻ വന്ന് മാങ്ങയും കഴിച്ചു, ഭൂരിയും കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ശരി. വേറൊരു കല്യാണമുള്ള കാര്യം അമ്മ പറയുന്നത്. അങ്ങനെ നമ്മളിനി തിരിച്ച് നടക്കണം. അപ്പോൾ ഗൈസ് വീണ്ടും അവിടെ ഒരു മയിലിനെ കണ്ടിട്ടുണ്ട്. ദൂരെ
കുട്ടികളൊക്കെ വരുമ്പോൾ നേരെ പാടത്ത് കൂടെ ഇറങ്ങി നടക്കണ്. ഓടണ്ട ഓടണ്ട, ചളി 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 ഉണ്ടാവും. അപ്പൊ ഗൈസ് ഇവിടെ ചളി ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് അവരവിടെ നിന്ന് അതൊക്കെ നടക്കുന്നത്. വെയില് അത്യാവശ്യം നന്നായി വെയിലായിട്ടുണ്ട്. ഇനി വലിയ വെയിലാവുമ്പോഴേക്കും നമുക്ക് എങ്ങനെയും വീടെത്തണം. കുറച്ച് ദൂരം നടക്കാനുണ്ടല്ലോ. അപ്പോൾ അവരിങ്ങനെ വരമ്പത്തൂടെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ തോട്ടുപാലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. തോട്ടിലൊന്നും വെള്ളമില്ല കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഒരു പാട്ട് പാടിയാലോ? അവിടെ വെള്ളമില്ല. എവിടെ? എന്നാ അവിടെ വെള്ളം ഉണ്ടാകും കേട്ടോ. ശരി, വേണ്ട. നമ്മളങ്ങനെ നടക്കണം ഗൈസ്, വരിവരിയായിട്ട്. ഈ ഒരു ഫ്രെയിം എങ്ങനെയുണ്ട് ഗൈസ്? സൂപ്പർ അല്ലേ? ഒരു 4 തെങ്ങും ഇതും അതിനപ്പുറത്ത് മലയും മുന്നിൽ പാടമൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫ്രെയിം അല്ലേ? അവർ പോയി മുന്നിലെത്തി ഗൈസ്. നമുക്ക് നടത്താൻ കുറച്ച് സ്പീഡിലാക്കാം ഗൈസ്. ഇതാ എല്ലാവരും ഉണ്ട്. ഞങ്ങളവിടെ അനിയൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ കഴിച്ചില്ല, കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചു. എന്തൊക്കെ കഴിച്ചു? മാങ്ങ, മസാലക്കറി, പിന്നെ കുറച്ച് മാങ്ങ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് നടക്കല്ലേ ഗൈസ്? അപ്പോൾ നമ്മളിങ്ങനെ വരിവരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടല്ലേ? ഒരാളെ മുന്നിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളെ മുന്നിൽ കിടന്നിട്ടുണ്ട്. അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ വരമ്പൊക്കെ കഴിഞ്ഞു റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി ചെറിയൊരു കയറ്റമാണ്. കയറ്റത്തിൽ അറിയാം അവരുടെ പവർ. കുഞ്ഞുമോള് വീണ്ടും എടുക്കാൻ പറയാമെന്നറിയില്ല. കുഞ്ഞുമോള് ഉഷാറായിട്ട് നടക്കണ്ടേ? കുഞ്ഞുമോള് ഉഷാറല്ലേ? ഉഷാറല്ലേ? മാമൻ്റെ അടുത്ത് എടുക്കാൻ പറയോ? എടുക്കാൻ പറയില്ല എന്നാ പറയുന്നത്. ഇനി ഒരു കയറ്റമാണ്. എന്തായാലും ഭൂരിയും മാങ്ങയൊക്കെ കഴിച്ചില്ലേ? അപ്പം ഇനി എന്തായാലും ഉഷാറായിട്ട് നടക്കണം. ഇത് കാട്ടുമുല്ലയാണ്, കാട്ടുമുല്ലയാണെന്ന് തോന്നുന്നു. പൂ കാണിക്ക്. കണ്ടില്ലേ ഗൈസ്? നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു വിദ്യയുണ്ട്. ഈ പാണപ്പഴത്തിൻ്റെ ഇല കൊണ്ടൊരു വിദ്യയുണ്ട് കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. ഇതെന്താണെന്നറിയോ ഗൈസ്? ഇതാണ് പാണപ്പഴത്തിൻ്റെ ഇല. ഇതുകൊണ്ട് മാമൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഒരു സംഭവം ഉണ്ടാക്കും. ഇതില്ലേ, ഇതിനിങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് നോക്കോ. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ മടക്കിയിട്ടില്ലേ, ഇങ്ങനെ അതിൻ്റെ തലപ്പ് ഇങ്ങനെ ആക്കാം. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളി വിദ്യ അല്ലേ? അടിപൊളി വിദ്യ. അതാ ഇതിങ്ങനെ മടക്കിയിട്ട് മാമൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് നമ്മളിത് ഊതി നടന്നിട്ടുണ്ട്. നോക്കോ, നല്ല രസമുള്ള സൗണ്ടാണ്.
നല്ല രസമല്ലേ? അപ്പൊ ഇനി ഒരാൾക്ക് കൂടെ ഉണ്ടാക്കി തരാം. അത് പതുക്കെ ഊന്നണം, പതുക്കെ ഊതിയാലും കിട്ടുള്ളൂ. ഉണ്ണിമോൾക്ക് ഊതിയിട്ട് കിട്ടില്ല. നിക്ക് നിക്ക് നിക്ക്. അങ്ങനെയല്ല, ഇതിങ്ങനെ മടക്കി പിടിക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ തലപ്പ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇപ്പം എങ്ങനെയുണ്ട്? ഉണ്ണിക്കുട്ടനെ ഒന്ന് പോയി നോക്ക്. തലപ്പിൽ വെച്ചത് ഇവർക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിദ്യ ഉണ്ട് ഗൈസ്. വർക്കിംഗ് ആണ്. ഇവര് വെറുതെ അങ്ങോട്ട് കൊട്ടുകാർ പോയതേ. അത് അളിയന്റെ കുട്ടികള് അവര് വിരുന്ന് വന്നാണ്. അടിപൊളി അടിപൊളി. കടയിൽ പോയതാണ്. ആ ശരി. ഗൈസ് വേറൊരു സംഭവം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ്, വെള്ളിലം താളി എന്ന് പറയുന്നത്. ഇല്ലേ, അതാ ചെടിയുടെ ഒരു പൂവാണ്. നല്ല വെള്ള നിറത്തിലായിരിക്കും അതിന്റെ പൂ. ഇല പോലെ തന്നെ ഉണ്ടാവും. കണ്ടില്ലേ? ഇതാണ് വെള്ളിലം താളി. ഏത്? ശരി, നടക്കപ്പോ പോ. അപ്പൊ കുഞ്ഞുമോൾക്ക് പൂ വെച്ച് കൊടുക്കണേ. നമുക്ക് കിട്ടിയ പൂവുണ്ടല്ലോ, കാട്ടുമുല്ല, അത് കുഞ്ഞുമോളുടെ തലയിൽ വെച്ച് കൊടുക്കണേ. സൂപ്പർ, അടിപൊളി കുഞ്ഞുമോളെ, അടിപൊളി. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വിസിൽ അവർ ഊതിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോൾ പൂവൊക്കെ വെച്ച് സുന്ദരിയായിട്ട് നടക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് വിസില്? വിസിൽ ഇഷ്ടപ്പെട്ടോ? ഊതിയാ? ഇനി വേറെ ഉണ്ടാക്കണ? ഇതാ വേറെ ഉണ്ടാക്കണ. ഇതാണ് കേട്ടോ ഇത് പാണയുടെ പാണാന്ന് പറയുന്നത്. ഇതിലൊരു പഴം ഉണ്ടാവും കേട്ടോ. വേനൽക്കാലത്ത് നല്ല പഴം ഉണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇതിൻ്റെ പഴം വലിച്ചിട്ടാണ് കഴിക്കുക. ഇനി ഇത് വീണ്ടും ഇങ്ങനെ മടക്കുക. ബാബാ പോ, മേലെ പോകുമ്പോ ഇതുണ്ടാക്കാൻ പറ്റില്ല. വിഷുവൊക്കെ കഴിഞ്ഞെങ്കിലും എന്താ വന്നപ്പോൾ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച കാണാം കേട്ടോ. കുറച്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. മോവ് കണ്ടാ, വിഷു കഴിഞ്ഞു എന്നാലും വന്നപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ്. ഇനി ഇവിടുന്ന് ചെറിയൊരു കയറ്റമാണ് കേട്ടോ. അപ്പൊ ഇനി അന്ന് ആഞ്ഞു കയറിക്കോളൂ. നടക്ക് കുന്ന് കയറണം അവര്. കുഞ്ഞുമോളെ സൂപ്പറായിട്ട് കയറുണ്ടല്ലോ. കുഞ്ഞാവൻ ക്ഷീണിച്ചു, കുഞ്ഞാപ്പി ക്ഷീണിച്ചു. ഉണ്ണിമോള് കുഴപ്പമില്ല. എന്താ ഇങ്ങനെ നടക്കണം? ഭൂരിയൊക്കെ കഴിച്ചല്ലേ, ഉഷാറായിട്ട് നടക്കും. ഉണ്ണിക്കുട്ടൻ എന്താ പുറകിൽ നടക്കുന്നുണ്ട്. അതാ, അപ്പൊ നമ്മൾ ഏകദേശം കുന്ന് കയറി കഴിഞ്ഞുട്ടാ. നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. നീൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ഇറക്കമാണ് കേട്ടോ. താഴേക്ക് ഇങ്ങനെ ഇറക്കമാണ്. ഇറക്കം കഴിഞ്ഞ പാടം,
പാടം കഴിഞ്ഞാൽ തോട് കഴിഞ്ഞാൽ വീണ്ടും പാടം, അത് കഴിഞ്ഞിട്ടാണ് അനിയൻ്റെ വീട്. ഇതിവിടെ ഉണ്ടായിരുന്നൊരു മരമാണ് കേട്ടോ, അത് ഉണങ്ങിപ്പോയി. നല്ല തണലൊക്കെ തന്നൊരു മരമാണ്, അത് ഉണങ്ങിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ നേരെ മുമ്പ് ഈ റോഡൊക്കെ വരുന്നതിന് മുമ്പ് ഈ പറമ്പ് കാണുന്ന വഴിയില്ലേ, ഇതുവഴി അങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അതാ കാണുന്ന മതിലിൻ്റെ അവിടെ പോയി ചേർന്നാൽ നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് ഈ സ്ഥലമൊക്കെ വളച്ച് കെട്ടി മരങ്ങളൊക്കെ വെച്ചുട്ടാ. അതിപ്പോൾ ഈ അടുത്ത കാലത്താണ്. അതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള റോഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കൊക്കെ ഇതിലൂടെ പോകും. ബൈക്ക് മാത്രമല്ല വലിയ വണ്ടികളൊക്കെ താഴോട്ട് വരാട്ടാ. അപ്പം നമ്മളിതാ നേരത്തെ ഈ പറമ്പിൽ നിറയെ മയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെ മയിൽ കണ്ടത് എവിടെയാണ്? ഹലോ, എവിടെ മയിൽ കണ്ടത് നമ്മള്? അവിടെ ആയിട്ടാണ് അവർ മയിൽ കണ്ടത്. ഒരു 5-6 മയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറ്റികൾ കണ്ടില്ലേ, നല്ല വെള്ള കൊറ്റികൾ, വെള്ള കൊറ്റികൾ. അപ്പോൾ ഒരാളെ എടുത്തിട്ട് വരുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ നടന്നു വരികയാണ്. ഒരാളെ ക്ഷീണിച്ചിട്ട് ഒരാൾ വരികയാണ് കേട്ടോ. ക്ഷീണിച്ച് വരുന്ന ആളെ എടുത്തിട്ടുണ്ട്, അമ്മായി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ ഇത് കൂടെ പോയാൽ നമ്മൾ അന്ന് ഫസ്റ്റ് ഇറങ്ങിയ വഴി ഇതാണ് കേട്ടോ. നമ്മൾ ഇതിൽ ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോയത്. ഇതിലല്ലേ? അപ്പുറത്തൂടെ, സോറി, അപ്പുറത്തൂടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങനെ നമ്മൾ പോയാൽ നമ്മുടെ വീടെത്തൂട്ട ഗൈസ്. ഈ റോഡിൽ കൂടെ പോയി നേരെ താഴോട്ട് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ വീടെത്തും. അതിൻ്റെ ഇടയിൽ ഉണ്ണിമോളൊരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. പാട്ട് കഴിഞ്ഞു അവരുടെ. അപ്പം അങ്ങനെ നടന്ന് ക്ഷീണിച്ചുട്ടോ ഗൈസ്. ഇവരൊക്കെ ഭൂരിയും ചപ്പാത്തിയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വരികയാണ്. നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോകാം. ഉണ്ണിക്കൂട്ട അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയൊരു ലൊടുക്കാസ് വിദ്യകളൊക്കെ കാണിക്കുന്നുണ്ട്. കയ്യിൽ ബോട്ടിൽ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന രീതി, വെറുതെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവനോരോ ഉഡായിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി കുഞ്ഞാവ നോക്കട്ടെ. കുഞ്ഞാവ 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 വീണു 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 വീണു. സൂപ്പർ സൂപ്പർ, കുഞ്ഞാവ അടിപൊളി. അപ്പോൾ കുഞ്ഞുമോള നടക്കുന്നുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ വന്ന് വീടെത്താറായിട്ടുണ്ട്. പോയ ഉഷാറൊന്നും നടന്ന് ക്ഷീണിച്ചപ്പോൾ അവർക്ക് കാണാനില്ല. പോകുമ്പോൾ വെള്ളമൊക്കെ കൊണ്ടുപോയത് കുഞ്ഞാവയൊക്കെ വെള്ളം കുടിച്ച് കുഞ്ഞാപ്പി വീഴാൻ പോയി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഇതാ ഒരാൾ കൂട്ടുകാരൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്. ഗൈസ്. അപ്പം ഞങ്ങളങ്ങനെ വന്ന് ഇവിടെ വീടെത്താറായിട്ടാണ് ഗൈസ്. അങ്ങനെ ഗൈസ് വീടെത്താറായിട്ട് വീട്ടിലേക്ക് തിരിയുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കാണുന്നുണ്ടോ നമ്മുടെ വീട്? രണ്ടാമത്തെ ഒരു ബ്രൗൺ പെയിന്റ് അടിച്ചിട്ടില്ലേ, അതാണ് ഗൈസ് നമ്മുടെ വീട്. അപ്പം രാവിലെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി വന്നതാണ്. വന്ന് എല്ലാവരും വീടെത്തിയിട്ടുണ്ട്. വീടെത്താറായി. മഴയൊക്കെ പെയ്തുകൊണ്ട്. ഇനി മോളെ വീടെത്തിയോ? അങ്ങനെ ഗേറ്റൊക്കെ തുറന്ന് നമ്മൾ വീടെത്തിയിട്ടുണ്ട് ഗൈസ്. കാല് കഴുകണം, എല്ലാവരും കാല് കഴുകണം. വിടുവാ, കാല് കഴുകണം. എല്ലാവരും ചെരുപ്പിട്. കുഞ്ഞുമോളെ ചെരുപ്പൊക്കെ അയച്ചു വെച്ചു. എപ്പോഴും കുഞ്ഞുമോളെ ചെരുപ്പ് മാറിയിട്ട് ഇടുക കാലില്. അങ്ങനെയല്ല കുഞ്ഞുമോളെ ചെരുപ്പിടുക. ചെരുപ്പ് തൽക്കാലം അങ്ങനെ ആയിരിക്കട്ടെ. കാല് കഴുകാനായിട്ട് പോവാണ് ഗൈസ്. നമ്മൾ വീട്ടിൽ ബോട്ടിലായിട്ട് ചെയ്ത് വെച്ച കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ. കണ്ടല്ലേ, ഇത് നമ്മുടെ അടീനിയം
അടിയിലും പൂത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഒരാൾ ക്ഷീണിച്ച് മുഖമൊക്കെ കഴുകി വൃത്തിയായി കാലൊക്കെ കഴുകിയിട്ടുണ്ട്. കാല് കഴുകുന്നതിനിടയിൽ എന്താണ് നല്ല മണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ നമ്മുടെ മുല്ല പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതാ വിരിഞ്ഞ് നിൽക്കണുണ്ടല്ലേ, ഇതിൻ്റെ മണമാണ് കേട്ടോ. കുറ്റിമുല്ല നേരത്തെ വാങ്ങിയതാണ്, ചട്ടിയിൽ വെച്ചപ്പോൾ അത്രയും വളർന്നതാ. അപ്പോൾ ഇവിടെ പൂത്ത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ ബുദ്ധൻ. രണ്ട് ബുദ്ധനുണ്ട്. ഇതാ രണ്ട് ബുദ്ധനുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഈ യാത്രയെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് അവരോട് ചോദിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഒരു ഗംഭീര നടത്തമൊക്കെ കഴിഞ്ഞ് ചിലർ മാങ്ങയും ബൂരിയൊക്കെ കഴിച്ചത് ഉഷാറായിട്ടുണ്ട്. നമ്മളാകെ ടയേർഡായി. അപ്പോൾ ഈ പോയി വന്നതിനെ കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം ചോദിക്കാം. എവിടെ കുഞ്ഞുമോളെവിടെ? ശരി, അപ്പോൾ കുഞ്ഞാപ്പി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നടത്തം? ഇഷ്ടപ്പെട്ടോ? കുഞ്ഞാപ്പ പറയും, എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നോ? മാമൻ ഉണ്ടാക്കിയ PP എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ണിക്കുട്ട വ്യത്യസ്ത വയ്യാണ്ടായി. ഉണ്ണിക്കുട്ടന് വയ്യാന്നാ പറയുന്നത്. ഉണ്ണിമോളോ? കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വിശേഷങ്ങൾ, രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്താൻ പോവാണ്. എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. ഇവരുടെ തന്നെ പുതിയ പെർഫോമൻസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരോടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് പറയും? അവർക്ക് ക്ഷീണം കാരണം പറയാൻ പോലും വയ്യ ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി.